വംശീയ കലാപത്തിലെരിഞ്ഞ മണിപ്പൂരിന്റെ ഭൂമികയിൽ 2 വർഷങ്ങൾക്ക് ശേഷം അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി. ഇംഫാലിൽ നിന്ന് റോഡ് മാർഗമാണ് പ്രധാനമന്ത്രി ചുരാചന്ദ്പൂരിലെത്തിയത്. ചുരാചന്ദ്പൂരിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിട്ട പ്രധാനമന്ത്രി അനുഗ്രഹിക്കപ്പെട്ട പ്രകൃതിയാണ് മണിപ്പൂരിലെന്ന് പറഞ്ഞു. അക്രമത്തിനിരയാക്കപ്പെട്ട ആളുകളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. അതേസമയം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധമിരമ്പി. കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി ഈ സന്ദർശനം ഏറെ സമയം മുൻപ് വേണ്ടതായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി. മണിപ്പൂരിലെ വികസന പ്രവർത്തനങ്ങൾ സൂചിപ്പിച്ച പ്രധാനമന്ത്രി ദേശീയപാതയ്ക്കായി 3700 കോടി ചിലവഴിച്ചതായി പറഞ്ഞു. സമാധാനമുണ്ടെങ്കിലേ വികസനം നടക്കൂ എന്നും അതിനായി അക്രമങ്ങൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അക്രമത്തിനിരയാക്കപ്പെട്ട ആളുകളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സമാധാനം പുനഃസ്ഥാപിക്കാൻ താൻ കൂടെയുണ്ടാകുമെന്ന് അറിയിച്ചാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. വീട് നഷ്ടപ്പെട്ടവർക്ക് 7000 വീടുകളും 3000 കോടിയുടെ ആശ്വാസ പാക്കേജും പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി മണിപ്പൂർ നിശ്ചയദാർഢ്യത്തിന്റെയും ധൈര്യത്തിന്റെയും കൂടി നാടാണെന്ന് ചൂണ്ടിക്കാട്ടി. നിരന്തർ മെഹനത് കാ ഭി പ്രതീക് ഹൈ. मैं मणिपुर के लोगों के जज्बे को सैल्यूट करता हूं. इतनी भारी बारिश में भी आप इतनी बड़ी संख्या में यहां आए, मैं आपके इस प्यार के लिए आपका आभार व्यक्त करता हूं. भारी बारिश के कारण मेरा हेलीकॉप्टर नहीं आ पाया, तो मैंने सड़क मार्ग से आना तय किया और आज मैं सड़क पर जो दृश्य देखे तो मेरा मन कहता है कि परमात्मा ने अच्छा किया कि मेरा हेलीकॉप्टर आज नहीं चला और मैं रोड से आया और जो रास्ते भर तिरंगा हाथ में लेकर के अबाल वृद्ध सबने जो प्यार दिया, जो अपनापन दिया, मेरे जीवन में मैं इस पल को कभी नहीं भूल सकता. मैं मणिपुर वासियों का सर झुका करके नमन करता हूं. സംസ്ഥാനത്തെ പ്രബല വിഭാഗമായ മെയ്തി കുക്കി വിഭാഗങ്ങളെ അനുനയിപ്പിച്ച് സമാധാനപരമായ ഭരണം പുനഃസ്ഥാപിക്കുകയെന്ന ലക്ഷ്യവും മോദിയുടെ സന്ദർശനത്തിന് പിന്നിലുണ്ട്. രാഷ്ട്രപതി ഭരണത്തിന് ശേഷം സ്ഥിതിഗതികൾ കുറെയൊക്കെ ശാന്തമായെങ്കിലും പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരമായിട്ടില്ല. കഴിഞ്ഞ ദിവസം ചുരാചന്ദ്പൂരിൽ പ്രദേശവാസികൾ ഏറ്റുമുട്ടിയത് ഇതിന് തെളിവാണ്. കുക്കി വിഭാഗക്കാരുമായി ഉണ്ടാക്കിയ സമാധാന കരാർ മെയ്തി വിഭാഗങ്ങൾക്കിടയിൽ അസ്വാരസ്യമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. മോദി ഹെലികോപ്റ്റർ ഇറങ്ങുന്ന BSF കേന്ദ്രത്തിന് ഏറെ അകലെയല്ലാത്ത ചുരാചന്ദ്പൂരിലെ ഗ്രാമത്തിലും സംഘർഷമുണ്ടായത്. ഇതോടെ പ്രദേശം സുരക്ഷാ സേനയുടെ കർശന നിരീക്ഷണത്തിലായിരുന്നു. നാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.